ഏഷ്യനെറ്റും അഡ്വക്കേറ്റ് ജയശങ്കറും സതീശനെ മുഖ്യമന്ത്രിയാക്കി. അതെ, ഇന്ന് രാവിലെ ഏഷ്യനെറ്റും ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ കാണുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഏഷ്യനെറ്റും നമ്മുടെ ജയശങ്കർ വക്കീലും കൂടി സതീശനെ മുഖ്യമന്ത്രിയാക്കി അവരോധിച്ചു കഴിഞ്ഞു. ഏതാനും മാസങ്ങളായി ഏഷ്യനെറ്റും നമ്മുടെ ശങ്കരൻ വക്കീലും ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശങ്കരൻ വക്കീലും മാറി മാറി ഓരോ മണിക്കൂറിലും ഓരോരോ ഓൺലൈൻ മാധ്യമങ്ങളിൽ പോയിരുന്ന് സതീശന്റെ വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. വക്കീലിന് ഇത് ഡെയിലി ടച്ചാണോ അതോ മാസശമ്പളമാണോ അതോ അടങ്കലാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കൊടുത്ത പണത്തിന് ആത്മാർത്ഥമായി ജയശങ്കർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? KC വേണുഗോപാലിന്റെ പേരെങ്ങാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ മുണ്ടുപൊക്കി കാണിക്കും എന്നൊക്കെ തരത്തിലുള്ള ഭാഷയാണ് വക്കീൽ വന്ന്. അന്നേരം ഓർക്കുക, വക്കീലിന് എന്തുമാത്രം കനത്തിൽ കിട്ടിയിട്ടുണ്ടാവണം. അതുകൊണ്ടല്ലേ ഇതുപോലെ ഏകപക്ഷീയമായി ഈ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ആ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഈ കേസിലെ വക്കീൽ ഓടി നടന്ന് ഇത്തരം അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നത്. അതുപോലെ മാധ്യമമേഖലയിൽ നമ്മൾ അല്പമെങ്കിലും ഒരു ഒബ്ജക്റ്റീവായി ഏതാണ്ടൊരു നിഷ്പക്ഷത പാലിക്കുന്നുണ്ട് എന്ന തോന്നലുളവാക്കി പോകുന്നൊരു മാധ്യമമായിരുന്നു ഏഷ്യനെറ്റ്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ VD സതീശന് വേണ്ടി ചെകിടിവേല ചെയ്യുന്ന വിനു വി ജോണിനെയും അവിടുത്തെ വാർത്താ അവതാരകരെയും ഒക്കെ കാണാം. ഇത് മുതലാളി മൊത്തം അടങ്കലെടുത്തതാണോ അതോ വാർത്താ അവതാരകരെ വിലക്കെടുത്തതാണോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ഏഷ്യനെറ്റ് പോലെയുള്ള ഒരു മാധ്യമ പ്രസ്ഥാനത്തിൽ ഇമാതിരി ഒരു PR പണി നടത്തണമെങ്കിൽ അത് കോടികൾ ചാനൽ മാനേജ്മെന്റിന് നൽകുകയും അതുപോലെ തന്നെ ഈ വാർത്താ പണി ചെയ്യുന്ന ഈ തൊഴിലാളികൾക്ക് കനത്തിൽ കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഇത്രയും ആത്മാർത്ഥത കാണിക്കത്തുള്ളൂ. നമുക്കറിയാം, ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDFന് 102 സീറ്റുകൾ ലഭിക്കുവാൻ കാരണം UDF തരംഗമല്ല, പിണറായി വിരുദ്ധ തരംഗം. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ച് മുടിപ്പിച്ച് കുട്ടിച്ചോറാക്കിയ ജനങ്ങളുടെ ആ അമർഷം അണപൊട്ടി ഒഴുകിയതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ വിജയം ഒരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. അതിനുശേഷവും പിണറായി വിജയൻ നടത്തിയ കന്നം തെരുവുകൾ, ശബരിമലയിലെ തീവട്ടിക്കൊള്ള, രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത്, അങ്ങനെ ഇതൊക്കെ കണ്ട് സഹികെട്ട ജനങ്ങൾ ആ പിണറായി സർക്കാരിനെ തൂത്തെറിയുക എന്ന ലക്ഷ്യത്തോടുകൂടി മറ്റൊരു മാർഗവുമില്ലാതെ ഗത്യന്തരമില്ലാതെ സമ്മാനിച്ച വിജയമാണ് ഈ 102 സീറ്റുകൾ. UDF നേതാക്കന്മാർക്ക് പോലും ഇപ്പോഴും ഇത് വിശ്വസിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ 102 സീറ്റുകളിലെ വിജയം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ് VD സതീശൻ. ഇത്രയും കോടികളുടെ PR ചെയ്തിട്ടും, ഇത്രയും രാഷ്ട്രീയ നിരീക്ഷകരെ വിലക്കെടുത്ത് ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടും, സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെ വിലക്കെടുത്ത് നാവാട്ടം നടത്തിച്ചിട്ടും VD സതീശന് എന്തുകൊണ്ട് പറവൂരിൽ ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനങ്ങളുടെ മനസ്സിൽ ഇദ്ദേഹമില്ല, PR കൊണ്ട് മാത്രം ഊതി വീർപ്പിച്ച ഒരു നേതാവാണ്, ഒരു മാനിപ്പുലേറ്ററാണ് ഇദ്ദേഹം എന്ന് ഞങ്ങൾ പറയുന്നത് ഇതുകൊണ്ടാണ്. ഏഷ്യനെറ്റ് VD സതീശന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് രാഹുൽ വിഷയത്തിൽ ഇത്രയും അമിതാവേശം കാണിച്ച് രാഹുലിനെ ഇല്ലാതാക്കുവാൻ ആ ക്യാമ്പയിൻ ചെയ്തത്. ഇപ്പോൾ ഒരു ജനങ്ങളുടെ പിന്തുണ മുഴുവൻ VD സതീശനാണ് എന്ന ഒരു ഫീൽ ഉളവാക്കുന്നതിന് വേണ്ടി റിസൾട്ട് വന്ന ആ ദിവസം തന്നെ ഇവർ പ്ലാൻ ചെയ്ത പ്രകാരം ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ VD സതീശനുമായി നടത്തി. അതിൽ ഇവർ വരുത്തി തീർക്കുവാൻ ശ്രമിച്ച ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് VD സതീശനാണ് UDFന്റെ ക്യാപ്റ്റൻ, UDFന് വിജയം സമ്മാനിച്ച ക്യാപ്റ്റനാണ് VD സതീശൻ എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് അവർ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അപ്രകാരം ചെയ്യുമ്പോൾ മറ്റ് ചെറിയ മാധ്യമങ്ങൾ അത് ഏറ്റുപാടും. അതുപോലെ ഏഷ്യനെറ്റിൽ നോക്കുക, ഒരു പെങ്കൊച്ചിനെ മൈക്കും കൊണ്ട് എടുത്ത് ഇറക്കി വിട്ടിട്ട് VD സതീശന് അനുകൂലമായി പറഞ്ഞ ആ കമന്റുകൾ കൊടുത്ത് സൂക്ഷ്മദർശിനി എന്നും പറഞ്ഞ് VD സതീശനോടാണ് ജനങ്ങൾക്ക് താല്പര്യം, VD സതീശൻ തരംഗമാണ് കേരളത്തിൽ. ബാഹുബലി ചിത്രത്തിൽ അവസാനം ആ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ആളുകൾ ഏറ്റുവിളിച്ചില്ലേ, അതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവും എന്നൊക്കെ തരത്തിലുള്ള ബിൽഡപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാധ്യമ സ്ഥാപനമാണെന്ന് ഓർക്കണം. നമ്മൾ എത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം.
രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബിനാമികൾ ഇറക്കുന്ന കള്ളപ്പണം കൊണ്ട് കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന ചാനലുകളിൽ അവർ പറയുന്ന നെറേറ്റീവുകൾക്ക് വേണ്ടി വാർത്താ തൊഴിലാളികളായി അതപ്പതിച്ചു പോയ വിനൂപി ജോണിനെ പോലെയുള്ള മാധ്യമ വ്യഭിചാരികൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ഈ മാധ്യമ സംസ്കാരത്തെ, ഈ മാധ്യമ മേഖലയെ വ്യഭിചരിക്കുകയാണ്. ഇത് PR ബിസിനസ് അല്ല. ഇത് വാർത്താ ചാനൽ എന്ന പേര് മാറ്റി PR ചാനൽ എന്ന് നിങ്ങൾ പേര് മാറ്റണം. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കരുത്. ഇത് ജനങ്ങളുടെ ഹിതമല്ല. കാശ് മേടിച്ച ഏഷ്യാനെറ്റ് മുതലാളിയുടെയും അവിടുത്തെ വാർത്താ തൊഴിലാളികളുടെയും ഹിതമാണ്. അതാണ് ജനങ്ങളെ ജനഹിതം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള മലയാളികൾ മനസ്സിലാക്കണം. ഇത് പണം മേടിച്ച് നടത്തുന്ന PR പരിപാടിയാണ് ഈ ഏഷ്യാനെറ്റും ഈ വാർത്താ തൊഴിലാളികളും ചെയ്യുന്നതെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഈ കേസിലാ വക്കീല് ഇതുവരെ ഒരു പെറ്റി കേസ് പോലും ഇയാൾ ജയിച്ചതായി നമുക്കറിവില്ല. പഠിച്ച പണിയല്ല ചെയ്യുന്നത്. വെറുതെ പോയിരുന്ന് വായ്ത്താളം വിടുക. വളരെ ആധികാരികമായി ഒരു ചെലവുമില്ല. രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊരു ലേബൽ വെച്ചുകൊണ്ട് ഡെയിലി തച്ചിനാണോ ഒരു കുപ്പി ജവാന് വേണ്ടിയാണോ ഈ പണി ചെയ്യുന്നത് നമുക്കറിയില്ല. ഓരോരോ മാധ്യമങ്ങളിൽ കയറി ഇറങ്ങി ഡെയിലി തച്ച് മേടിച്ചുകൊണ്ടിരുന്ന് നിരീക്ഷണം നടത്തുന്നു. ഇത് നിരീക്ഷണം എന്നല്ല ഇതിൻ്റെ പേര്. ഇതിന് ഒരു അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വേർഡാണ് പറയുന്നത്. അത് ഇതിലൂടെ പറയുവാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അവനവൻ്റെ മനോഗതം പോലെ നിങ്ങളത് പൂരിപ്പിക്കുക, ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ള ജനങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം, ഈ ഏഷ്യനെറ്റിലൂടെയും ഈ കേസില്ലാ വക്കീൽ ജയശങ്കറും വിടുന്ന വായ്ത്താളമല്ല, ജനഹിതം ഇതൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾ എന്തു പറയുന്നു എന്ന് നിങ്ങൾക്കിനി കേൾക്കാവുന്നതാണ്. i2y ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ ഞങ്ങൾ ഇന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആരാകണം മുഖ്യമന്ത്രി? ജനങ്ങൾ നൽകിയ മാൻഡേറ്റാണ്. 102 MLA-മാരെ തിരഞ്ഞെടുത്തു വിട്ടു. ആ 102 MLA-മാർ കൂടിയിരുന്ന് തങ്ങളുടെ മുഖ്യമന്ത്രി ആരാകണമെന്ന് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനായി കേന്ദ്ര നേതൃത്വം 2 നിരീക്ഷകരെ, അജയ് മാക്കനെയും മുഗൾ വാസനിക്കിനെയും കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ അവർ ഓരോ MLA-മാരുമായിട്ടും 1-to-1 ഇൻട്രാക്ഷൻ നടത്തും. അവരുടെ അഭിപ്രായമാരായും മുതിർന്ന നേതാക്കന്മാരുമായിട്ട് അവരുടെ അഭിപ്രായമാരായും അതിനുശേഷം അവർ ഒരു സിംഗിൾ ലൈൻ പ്രമേയം പാസ്സാക്കും. ഞങ്ങൾ മുഖ്യമന്ത്രിയായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് പ്രഖ്യാപനത്തിനായി ഹൈക്കമാൻഡിനെ നിയോഗിച്ചിരിക്കുന്നു, അത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ഇതാണ് കോൺഗ്രസിലെ കീഴ്വഴക്കം. അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പല പല മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ട MLA-മാരാണ് തീരുമാനിക്കുന്നത് തങ്ങളുടെ മുഖ്യമന്ത്രി ആരാകണമെന്ന്. അത് ഏതെങ്കിലും ഒരു മാധ്യമമോ PR ഏജൻസികളോ ഏതെങ്കിലും മാഫികളോ അല്ല ചേർന്ന് തീരുമാനിക്കേണ്ടുന്നത്. അതിന് ഒരു 24 അല്ലെ 48 മണിക്കൂർ നമ്മൾ കാത്തിരുന്നാൽ അതിൻ്റെ ഡിസിഷൻ വരും. എന്നാൽ അതിനു മുമ്പ് ഇന്ന് രാവിലെ മുതൽ ഏഷ്യാനെറ്റ് ചെയ്യുന്ന പണി എന്താണ്? പറവൂരിലെ VD സതീശൻ്റെ ആ വീട് കാണിക്കുന്നു. അവിടെ SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു. അന്നേരം അവർക്ക് പോലീസുകാർക്കാണ് ആദ്യം സെൻസ് ചെയ്യാൻ പറ്റുന്നത് ആരാണ് മുഖ്യമന്ത്രി എന്ന്. പ്രകാരം മുഖ്യമന്ത്രിയാകാൻ പോകുന്നവർക്ക് വേണ്ടുന്ന പോലീസ് സുരക്ഷ ഒരുക്കുവാൻ വേണ്ടിയാണ് അവിടെ പോലീസ് സന്നാഹങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ കിടക്കുന്ന പോലീസ് വാഹനങ്ങളുടെ ചിത്രം കണ്ടോ? അവിടെ കയറി ഇറങ്ങുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു നീണ്ട നിര കണ്ടോ? ഇതാ VD സതീശൻ മുഖ്യമന്ത്രിയായി ഉറപ്പിച്ചു കഴിഞ്ഞു എന്നൊക്കെ തരത്തിലുള്ള തള്ളുകളാണ് രാവിലെ മുതൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രഷറൈസിങ് ടാക്ടീസ്. ഇപ്രകാരം പ്രഷറൈസ് ചെയ്ത് കഴിയുമ്പോൾ കേന്ദ്ര നേതാക്കന്മാർ ഓർക്കും, എടാ ഇത് വലിയ കൺഫ്യൂഷൻ ആകുമോ? ഇപ്രകാരം മാധ്യമങ്ങളടക്കം ഇദ്ദേഹത്തെ ഇപ്രകാരം പാടിപ്പുകഴ്ത്തുമ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ടൊരു തീരുമാനം വന്നാൽ പ്രശ്നമുണ്ടാകും എന്നൊരു പ്രതീതി ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏഷ്യാനെറ്റിന്റെ ഈ പണി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് PR എക്സസൈസ് ആണ്, ഇത് വാർത്തയല്ല. ഇതൊരു PR ചാനൽ എന്ന പേരിൽ ഇത് ലേബൽ ചെയ്യപ്പെടണം. സാധാരണക്കാരായ ജനങ്ങൾ ഇത് കണ്ട് തെറ്റിദ്ധരിക്കും. ഇത് ഡിസിഷനുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളാണ്. ഓരോരോ നേതാക്കന്മാർക്ക് വേണ്ടിയും ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശന് വേണ്ടി ആദ്യം മറ്റാരും ഉണ്ടായിരുന്നില്ല. സതീശന്റെ പെട്ടിചുമപ്പുകാരനായ ഷിയാസ് മാത്രമേ ഉറക്കെ സംസാരിക്കുവാനുണ്ടായിരുന്നുള്ളൂ. ഇന്നായപ്പോൾ അത് ശക്തൻ വന്നിട്ടുണ്ട്. ശക്തനെ അടൂരിലെ ഒരു കള്ള പാസ്റ്ററെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ച ആ പാസ്റ്ററാണ് ശക്തനും VD സതീശനും ഒക്കെ ഈ പാസ്റ്ററുടെ അടിമയാണ്. ആ പാസ്റ്ററാണ് ശക്തനെ കളത്തിലിറക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതുപോലെ ഹൈബി ഈഡനും ഷാനിമോൾ ഉസ്മാനും ഒക്കെ VD സതീശന് വേണ്ടി
അവകാശവാദവുമായി വന്നിട്ടുണ്ട്. എന്നാൽ 52ഓളം MLA-മാർ KCയെ അനുകൂലിക്കുന്നു എന്നാണ് വിവരം. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി TJ വിനോദ്, IC ബാലകൃഷ്ണൻ, അൻവർ സാദത്തൊക്കെ കളത്തിലുണ്ട്. ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയാക്കണമെന്നാണ് അവരുടെ അവകാശവാദം. അതുപോലെ തന്നെ KC വേണുഗോപാലിന് വേണ്ടിയും അനിൽകുമാറും അതുപോലെ മാത്യു കൊൾനാടനും ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം. എന്തു തന്നെയായാലും ജനഹിതം എന്താണ്? പണം വാങ്ങി PR പണി ചെയ്യുന്ന മാധ്യമങ്ങളോ ഡെയിലി വേജസ് മേടിച്ചോ അല്ലെങ്കിൽ ഒരു കുപ്പി ജവാന് വേണ്ടിയോ മാധ്യമ നിരീക്ഷണം നടത്തുന്ന കേസിലെ വക്കീലന്മാരോ പറയുന്നതല്ല യഥാർത്ഥ നിരീക്ഷണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.